ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്കൊരു കുക്കർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ളി വേഗാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക ഗായ്സ്, കുറച്ച് ഉപ്പിടും. നമ്മൾക്ക് കുറച്ച് ഉപ്പിടാം ഗായ്സ്. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു വിസിലടിച്ച ശേഷം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ചിക്കൻ ഇടാം. ആ ചിക്കൻ ഇട്ട ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഇപ്പം നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളൊരു കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ടല്ലോ ഗായ്സ്. അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഉള്ളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട പേസ്റ്റും അതും നമ്മൾക്കൊന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുക്കർ അടച്ചു വെക്കുന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഇപ്പൊ ചിക്കനിൽ നല്ലോണം വെള്ളം വരുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ചിക്കനെല്ലാം വെള്ളം നല്ലോണം വെറ്റി വന്നിട്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെക്കാം ഗൈസ്. ഇനി നമ്മൾ ചിക്കൻ നല്ലോണമായിട്ട് പൊരിയട്ടെ. നമ്മളെ മസാല റെഡിയായി നോക്കാം ഗൈസ്. നമ്മളെ മസാല നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ തക്കാളി എല്ലാം നല്ലോണം ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് മസാലപ്പൊടിയെല്ലാം ഇടാം. ആദ്യം 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് കുരുമുളക്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നല്ലോണം മിക്സ് ചെയ്യാം. വേറെ മസാല ഒന്നും ഇടൂലേ. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ നല്ലോണം പൊരിഞ്ഞ് ഗായ്സ്. ഇനി ഈ ചിക്കൻ മസാലയ്ക്ക് തട്ടാം. ഇനി ചിക്കനും മസാലയും എല്ലാം കൂടി മിക്സ് ചെയ്യണം. ചിക്കനും മസാലയും കൂടി ഗായ്സ് നമ്മളെ മസാല ഇപ്പൊ കാണാൻ നല്ല കൊതി വരുന്നുണ്ട്. മാഷാഅല്ലാ ഗായ്സ്, നിങ്ങൾ വണ്ടിമാരുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണേ. വെള്ളം വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾക്ക് നമ്മളെ നെയ്ച്ചോറ് ഉണ്ടാക്കാം. അടുത്തതായി നമുക്ക് ഗീയും വെളിച്ചെണ്ണയും ഒഴിക്കാം. ഓണിയനും ഹോട്ട് സ്പൈസും അതിലേക്ക് നമുക്ക് ഇടാം. ഇനി നമുക്ക് നമ്മളെ ഓണിയനെ ഒന്ന് മിക്സ് ചെയ്യാം. ഓണിയൻ മിക്സ് ചെയ്ത ശേഷം അതിൽ നമ്മൾ കഴുകി വെച്ച അരി ഇടാം. പിന്നെ കുറച്ച് മിക്സ് ചെയ്യാം. അരി മിക്സ് ആയ ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ചല്ല, ആവശ്യത്തിന് ഉപ്പ്. അങ്ങനെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട് ഗായ്സ്. ഇനി നമുക്ക് ആ വെള്ളം അതിലേക്ക് ഒഴിക്കാം. വെള്ളേക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഗായ്സ്, ഇതിലേക്കൊന്നും ആവാണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിം ആയിട്ട് അടച്ചുവെക്കാം. നമ്മൾ നെയ്ച്ചോറൊന്ന് ആവട്ടെ. ഇനി ആ മസാലയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുരുനാരങ്ങയും ചെയ്യാം. നമ്മുടെ നെയ്ച്ചോറ് റെഡി. ഇനി നമ്മൾക്ക് അടുത്തതായി ദമ്മിങ് പ്രോസസ്. 2 ലെയർ മാത്രമേ ദമ്മാക്കുന്നുള്ളൂ. ഇനിക്ക് വേണമെങ്കിൽ 2 ദം. അടിയിൽ കുറച്ച് ചോറ് മാത്രം 2 മതി. ഇനിയാണ് ഗായ്സ് നമ്മളെ മസാല ഇടാം. ഗായ്സ് നമ്മളെ മസാല ആക്കി അടിപൊളി മസാല. ഈ മസാല അതിലേക്ക് ഇടാം. ഇനി ആ മസാല എല്ലാ ഭാഗത്തും ഇടാം. അടുത്തത് നമ്മൾ മാറ്റി വെച്ച് ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറിട്ട ശേഷം അതിൻ്റെ പുറം കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട് ഗായ്സ്. പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടി നമ്മൾ ചോറിടും. അൽഹംദുലില്ലാ, ഇനി നമ്മളെ ബിരിയാണി ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. അടിമാലി സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇനി നമ്മൾക്ക് അത് ദം ബിരിയാണി അടിച്ചു വെക്കാം ഗായ്സ്.